നമസ്കാരം. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പെൺകുട്ടികളുടെ ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഇവിടെ വെച്ചാണ് എടുക്കുന്ന എല്ലാ വിവരങ്ങളും തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇളവാരി എന്ന് പറഞ്ഞ മർമ്മസ്ഥാനമാണ്. ഇളവാരിയുടെ കൂടെ വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഇളവാരി എന്ന് പറഞ്ഞ മർമ്മസ്ഥാനം. നോക്കിയുണ്ടോ, ഇളവാരി എന്ന് പറഞ്ഞ മർമ്മസ്ഥാനം കൃത്യമായിട്ട് നോക്കി. ഇത് എട്ടാമത്തെ ഓരോ സൈഡിലും 12 വാരിയെല്ലുകൾ വീതമാണുള്ളത്. ഇതിൻ്റെ 6ാം വാരി വരെ നമ്മുടെ പ്രധാനപ്പെട്ട അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ അസ്ഥിയായിട്ട്. അതേസമയം ഇളവാരി എന്ന് പറഞ്ഞാൽ 2 അടി കൊടുത്താണ്. കണ്ടോ, ഇവിടുന്ന് വന്ന ഇതാണ് ഇളവാരി. ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് നോക്കിയേ, ഇവിടെ വലിയ പ്രധാനപ്പെട്ട അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇത് വാരിയെല്ലിനോട് കൂടി ചേർന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബലക്കുറവാണ്. ഇത് പൊട്ടിയ മരണമാണ്. ഇതിൻ്റെ പീസ് പൊട്ടുന്ന ആ പീസ് ലങ്സിലേക്കാണ് കയറുന്നത്. മരണം റെഡിയാണ്. അത് പൊട്ടിക്കാതെ നോക്കുക. പക്ഷേ നമ്മൾ പൊട്ടിക്കേണ്ട അങ്ങനെ ഒരു അക്രമി വന്നാൽ, കാരണം ഇത് വരുന്നത് കടാരയാണ്. കടാരയ്ക്കും വെട്ടുകത്തിക്കും മാരകായുധമാണ് കയ്യിലുള്ളത്. അത് വരുമ്പോൾ നമ്മളൊരു ചെറിയൊരു പണി ചെയ്താൽ പോരാ. ഇവനെ വീഴിക്കുക തന്നെയല്ല, പിന്നെ നാളെ അവൻ ആരോഗ്യവാനായിട്ട് ഏറ്റുവരികയും ചെയ്യരുത്. അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ തന്നെ കൊടുക്കണം. അപ്പോൾ 2 കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഒന്ന് ഇളവാരി. ഇളവാരി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ 6ാം വാരി. മറ്റ് വാരിയെല്ലുകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇവിടെ വന്ന് ചേരുകയാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതേലും ചവിട്ടുന്നുണ്ട്, ഇതിൻ്റെ എല്ലിന് ചവിട്ടുന്നു. ഈ എല്ലിലാണ് ചവിട്ട് വരുന്നത്. ബാക്കിയുള്ള ഇവിടെയാണ് നമ്മുടെ അസ്ഥി ചുരുക്കികൾ 2 വരുന്നത്. ഇതിപ്പോൾ ഇത് വലിയ അസ്ഥി ചുരുക്കിയാണ്. ഇത് ഈ എല്ലിനുള്ളിലേക്കാണ് അത് കയറിപ്പോകുന്നത്. കണ്ടോ, ഇവിടം വരെ വാരിയെല്ലുണ്ട്. ഇതിനുള്ളിൽ ചവിട്ടി ഉള്ളിലേക്കിടും. ഇത് ചെറിയ, പിന്നെ നമ്മൾ 8ാം കഴിഞ്ഞ് 4 കൂടിയുണ്ട്. 8ാമത്തെ വാരിയെല്ലാണ് ഇളവാരി. അതിൻ്റെ താഴെയാണ്, ഇളവാരിയുടെ താഴെയാണ് വലിയ അസ്ഥി ചുരുക്കി. ഇത് 2മാണ് നോക്കുന്നത്. വലിയ അസ്ഥി ചുരുക്കി നോക്കിയേ, കണ്ടോ, ഇവിടെ ഇളവാരിയുടെ ഈ ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വലിയ അസ്ഥി ചുരുക്കി ഇവിടെയാണ്. ഈ പോയിൻ്റാണ് വലിയ അസ്ഥി ചുരുക്കി. ഇത് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ വലിയ അസ്ഥി ചുരുക്കിയുടെ അതിൻ്റെ വ്യത്യാസം അറിയണ്ടേ, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ. വലിയ അസ്ഥി ചുരുക്കി ശ്രദ്ധിക്കുക. വാരിയെല്ലിലെ മുണ്ടെല്ലിൻ്റെ നേരെ ഉൾഭാഗത്ത് 2 വിരൽ അകലത്തിലാണ് വലിയ അസ്ഥി ചുരുക്കി മർമ്മസ്ഥാനം. ഇവിടെ ക്ഷതമേറ്റാൽ 40 ദിവസത്തിനുള്ളിൽ ശരീരം 1 മുഴം കുറയുകയും ശരീരം തളരുകയും കുളിരും പനിയും ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് വരുന്നത്. അതിനോട് ചേർന്നുള്ള മർമ്മസ്ഥാനമാണ് ഇളവാരി. എങ്ങനെയാണെന്ന് നോക്കി ശ്രദ്ധിച്ച് കാണുക. ഇത് ക്ലിയറായിട്ട് കണ്ടില്ലേ, ഒരേ കിക്കിൽ 2 മർമ്മസ്ഥാനം ഒരുപോലെ പോരുക. ഇളവാരിയോട് ചേർന്ന് തന്നെയാണ് വലിയ അസ്ഥി ചുരുക്കി. ഇത് 2 ഒറ്റ ചവിട്ടിൽ കിട്ടുകയാണ്. ഇതുപോലെ പരിശീലിക്കാം, ഏറ്റവും നന്നായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കണ്ട് പരിശീലിക്കുക. ഈ വിദ്യ കാണാൻ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.